ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനിൽ, ഓസ്ട്രേലിയയെ പോലൊരു ടീമിനെ അനായാസമാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ കളിയാണ്. പക്ഷേ അത്രയും ഒന്നും വിയർപ്പൊഴുക്കാതെ ഇന്ത്യ ലക്ഷ്യത്തിലേക്കെത്തി. ഒരു ഓൾറൗണ്ട് മികവ് എല്ലാ തരത്തിലും ടീം ഇന്ത്യ പ്രകടിപ്പിച്ചു ദുബായിൽ നിന്ന് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായും ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറി എന്നതിനപ്പുറം ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊക്കെ തന്നെ സന്തോഷിക്കുന്നത് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിലേക്ക് മുന്നേറി എന്നത് തന്നെയാണ്. കാരണം 2023 നവംബർ 19 നമ്മുടെ നാട്ടിൽ അഹമ്മദാബാദിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരായ ആ നിമിഷം മുതൽ ഇന്ത്യ കാത്തിരിക്കുകയാണ്. ഏകദിന ഫോർമാറ്റിൽ വിശ്വവേദിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കണം എന്ന തരത്തിൽ ഇന്ത്യക്ക് അന്നുണ്ടായ ആ വലിയ വേദന, അത് ചെറിയ തരത്തിലെങ്കിലും അതിനൊരാശ്വാസം, അതിനൊരു മറുപടി കൊടുക്കുന്ന ഒരു ജയം തന്നെയാണ് ഇന്ത്യക്ക് ഇന്ന് ദുബായിൽ ഉണ്ടായിരിക്കുന്നത്. 4 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 265 എന്ന സ്കോർ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലും വെല്ലുവിളിയായില്ല. ആദ്യ തൊട്ട് തന്നെ നായകൻ രോഹിത് ശർമ്മ നല്ല രീതിയിൽ തന്നെ ഒരു തുടക്കം നൽകി. അതിന് പിന്നാലെ തന്നെ വിരാട് കോഹ്ലി ക്രീസിലേക്ക് വന്നപ്പോൾ ഇന്ത്യ കളി പിടിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചു. 84 റൺസോടെ വിരാട് കോഹ്ലി ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. അതിനുശേഷം KL രാഹുലും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് പ്രകടനം കൂടിയായപ്പോൾ ഇന്ത്യക്ക് 11 പന്ത് ബാക്കി നിൽക്കെ തകർപ്പൻ ജയം സ്വന്തമാക്കാനായിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ തുടർച്ചയായ 3ാം ഫൈനലാണ്. 2013 ഇന്ത്യ ജേതാക്കളായപ്പോൾ 2017 പാകിസ്ഥാനോട് ഫൈനൽ തോറ്റു. പക്ഷേ ഇന്ത്യക്ക് വീണ്ടും കിരീടം വീണ്ടെടുക്കാൻ ഒരു അവസരം വരുന്നു. നാളെ നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക മത്സര വിജയികളെ ആയിരിക്കും ഇന്ത്യ ഫൈനൽ നേരിടുക. ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത എല്ലാ മത്സരത്തിലും ജയിച്ച ഒരേ ഒരു ടീം എന്ന തരത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ഗ്രൂപ്പ് റൗണ്ടിൽ 3-3 ജയം. സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ടീമല്ല, അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ തന്നെ പരിക്ക് എന്ന തരത്തിൽ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞൊഴിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ലോക ചാമ്പ്യന്മാർ ഏത് ടീം വന്നാലും അവർ മികച്ചവർ തന്നെയാണ്. അവർക്കെതിരെ വലിയ പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ ആവുന്ന കാഴ്ച കണ്ടു. പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയെങ്കിൽ ഇന്ന് സെഞ്ചുറിയോളം പോകുന്ന ഒരു 84 റൺസോട് കൂടിയാണ് ഇന്ത്യയെ കോഹ്ലി ഫൈനൽ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത്. കോഹ്ലി വീണ്ടും ഒരിക്കൽ ഏകദിന ക്രിക്കറ്റിൽ എന്താണ് അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പണർമാർ, ഇന്ത്യയുടെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ഒക്കെ തന്നെ ആദ്യം നഷ്ടമായെങ്കിൽ പോലും കോഹ്ലി ക്രീസിലെത്തി ശ്രേയസ് അയ്യരെ കൂട്ടുപിടിച്ച ഒരു രക്ഷാപ്രവർത്തനം. അതിനുശേഷം അക്സർ പട്ടേലും പിന്നീട് KL രാഹുലുമായി ഒരു വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച ശേഷമാണ് കോഹ്ലി പുറത്താവുന്നത്. ഒരുപക്ഷെ ഇന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ പതുക്കെ കളിച്ചിരുന്നെങ്കിൽ ഒരു സെഞ്ചുറി കിട്ടുന്നു. പക്ഷേ അദ്ദേഹം വേഗത്തിൽ റണ്ണടിച്ച് കളി തീർക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുറത്തായത്. പിന്നാലെ എത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സും എടുത്തു പറയേണ്ടതാണ്. വലിയ പ്രഷറിലേക്കൊക്കെ ഒരുപക്ഷെ പോയേക്കാവുന്ന ഒരു ഇന്നിങ്സ് വളരെ ആവേശകരമായി അദ്ദേഹം എളുപ്പം ഇന്ത്യക്കായി ഒരുക്കി തന്നു. ജയം ഒരുക്കി തരുന്ന കാഴ്ചയാണ് കണ്ട്. ആദം സാംബയെ തുടരെ സിക്സർ പായിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ജയം ഒരുക്കിയത്. സ്കോർ ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ 84 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 45 റൺസോടെ ശ്രേയസ് അയ്യരും തിളങ്ങി. ഒപ്പം തന്നെ KL രാഹുൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം വലിയൊരു പ്രകടനം കാഴ്ചവെച്ചു. ഒരുപക്ഷെ KL രാഹുലിനും ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമായിരിക്കും. കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ഇപ്പോഴും വിമർശിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്നൊരു മോചനം കിട്ടുന്ന ഒരു ഇന്നിങ്സ് ആണ് 42 റൺസ് എന്ന ഇന്നിങ്സ്. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ 28 റൺസ് കൂടി ചേർന്നപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ജയം കിട്ടി. എന്തായാലും വലിയ സന്തോഷം. ഇനി ഒറ്റ ജയം കൂടിയാണ് ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യക്ക് ആ ഫൈനൽ വിജയം ഉറപ്പിക്കാൻ വേണ്ടത് അത് ദക്ഷിണാഫ്രിക്കയാണോ അതോ ന്യൂസിലാൻഡാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അടുത്ത കാലത്ത് ഇതേ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ 2020 ലോക കിരീടം നേടിയത്. ന്യൂസിലാൻഡിനെ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് റൗണ്ടിലും തോൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യക്ക് ഈ വരുന്ന 2 പേരായാലും വലിയ പ്രശ്നമില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു മത്സരം ഞായറാഴ്ച നടക്കുന്ന ആ മത്സരം കൂടി ജയിച്ച ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി വീണ്ടെടുക്കട്ടെ. ഒരു 6 മാസത്തിനിടെ തുടർച്ചയായ 2ാം ICC കിരീടം കൂടി ഇന്ത്യ നേടട്ടെ. വിജയകുമാർ. യെസ്, അനിലും സൂചിപ്പിച്ചതുപോലെ ഈ ഫോമാണ് ടീം ഇന്ത്യ പുലർത്തുന്നതെങ്കിൽ ഫൈനലിൽ ന്യൂസിലാൻഡോ സൗത്ത് ആഫ്രിക്കയോ ആര് വന്നാലും കുഴപ്പമില്ല എന്നത് തന്നെയാണ് ഒരുപക്ഷെ ടീം ഇന്ത്യയുടെ കണക്ക് കൂട്ടൽ. അത്ര ഗംഭീരമായിരുന്നു ഇന്നത്തെ പ്രകടനം. ലോക ചാമ്പ്യന്മാരെ നമ്മളുടെ അഹമ്മദാബാദിലെ നമ്മളുടെ പരാജയത്തിന്, ലോകകപ്പിലെ പരാജയത്തിന് കണക്ക് ചോദിക്കുന്ന ഒരു വിജയമാണ് ഇന്ത്യക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. അതിഗംഭീരമായ പ്രകടനം എന്ന എല്ലാ അർത്ഥത്തിലും പറയാം. ക്യാപ്റ്റൻസി, അതുപോലെ കോഹ്ലിയെ പോലെ ഒരു മുതിർന്ന താരത്തിൻ്റെ മുന്നിൽ നിന്നുള്ള
അദ്ദേഹം നയിച്ചതൊക്കെ ഈ ഘട്ടത്തിൽ വിമർശകർക്കൊക്കെയുള്ള മറുപടി കൂടിയാണ് എന്നെല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ കഴിയും. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനിയും ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ആശാ വർക്കർമാരുടെ വേതനം മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് കേന്ദ്ര സർക്കാർ. 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണത്. ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചു. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിശദാംശങ്ങളുമായി. വിനീത, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടതിന് ശേഷമാണ് ഈ വിശദീകരണം ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ആയിരിക്കാം ഇത്തരം ഒരു മറുപടി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകണമെന്ന തീരുമാനമുണ്ടായതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ കണക്കിന് മറുകണക്കുണ്ടെങ്കിൽ സംസ്ഥാനം അത് പറയേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് കേന്ദ്രം? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടു കൂടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഈ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ആശാ വർക്കർമാരുടെ വേതനം മുടങ്ങുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ കണക്കുകളിൽ വ്യക്തമാക്കുകയാണ്. ഇത് അനുവദിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി രൂപ കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും കേന്ദ്ര സർക്കാർ ഇതിൽ വ്യക്തമാക്കുകയാണ്. കേരളത്തോട് ഒരു തരത്തിലുമുള്ള അവഗണന കേന്ദ്രം കാണിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാർ ഇന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ഇതിന് ഉത്തരവാദി കേന്ദ്രമാണ്. ഡൽഹിയിൽ സമരത്തിന് ആശമാരെ ക്ഷണിക്കുന്നു, അവരോടൊപ്പം സമരത്തിന് ഞാനും എത്തുമെന്നൊക്കെ സംസ്ഥാന ആരോഗ്യമന്ത്രി തുടർച്ചയായി പറയുന്നതിനിടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഇതിൽ മറുപടി പറയേണ്ടത്. ആശാ വർക്കേഴ്സിന്റെ സമരം തീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFനെയും സർക്കാരിനെയും മോശമാക്കാൻ LDF വിരുദ്ധർ നടത്തുന്ന സമരമാണ് നടക്കുന്നത്. എങ്കിലും ആശാ വർക്കേഴ്സിനെ മാനിച്ച് ചർച്ച നടത്തണം. ആശാമാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി വിട്ടു നൽകരുത് എന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്. നേരത്തെയും CPI ഈ വിഷയത്തിൽ സമരത്തെ തള്ളിപ്പറയരുത്, വിമർശിക്കുകയാണെങ്കിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇതിലൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സർക്കാർ മുൻകൈ എടുക്കണം, ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആദ്യമാണ്. ഏത് സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം ഈ പരാമർശങ്ങൾ നടത്തിയത്? വിജയകുമാർ, പൗടിക്കോണം തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള പൗടിക്കോണം എന്ന സ്ഥലത്ത് CPIയുടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പ്രതികരണം നടത്തിയത്. ആശാ വർക്കർമാരുടെ സമരം തീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ബിനോയ് വിശ്വം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. LDFനെയും സർക്കാരിനെയും മോശമാക്കാനായി ബോധപൂർവം LDFന്റെ വിരുദ്ധ സമീപനമുള്ളവർ നടത്തുന്ന സമരമാണെങ്കിലും ആശാപ്രവർത്തകരുടെ അവസ്ഥ മാനിച്ച് അവരുമായി ചർച്ച നടത്തി സമരം ഒത്തുതീർപ്പാക്കണം എന്ന ആവശ്യമാണ് ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കുന്നത്. ആശാ വർക്കർമാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി വിട്ടു നൽകരുത് എന്ന നിലപാടാണ് CPI ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ ആശാ വർക്കർമാർക്കെതിരെ മോശം പദങ്ങൾ ഉപയോഗിക്കരുത് തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ള കൃത്യമായ നിലപാട് CPI ശക്തമായി ഉന്നയിക്കുന്നത് ഇതാദ്യമായി. അതും CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ സാഹചര്യം ഇനിയും മോശമാകാതിരിക്കാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അല്ലെങ്കിൽ അത് ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറും, അത് അപകടമുണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് സ്വരത്തിലാണ് ബിനോയ് വിശ്വം ഈ വിഷയം ഇന്ന് അവതരിപ്പിച്ചത്. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ചു പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന്
സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടത് നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. നിങ്ങളവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. SUCIയുടെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും മന്ത്രി. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖമറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. മാർച്ച് 18-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം. ഇടതുമുന്നണിയെ മൂന്നാം തവണയും പിണറായി വിജയൻ നയിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ 24-നോട്. കേന്ദ്ര സർക്കാരും UDF-ഉം സംസ്ഥാനത്തോട് അനീതിയും വഞ്ചനയും കാട്ടുമ്പോൾ ആ പ്രതിസന്ധി നേരിടാൻ പിണറായി വിജയനെ പോലെ ശക്തനായ ഭരണാധികാരി വേണമെന്ന വികാരമാണ് ജനങ്ങൾക്കുള്ളതെന്നും AK ബാലൻ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമെന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നൽകുന്നത്. ജനങ്ങളുടെ ആഗ്രഹം നിലയ്ക്കാണ് പിണറായി തന്നെ നയിക്കണമെന്ന ആവശ്യം AK ബാലൻ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മൂന്നാമതും പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരണം. ഇത് പൊതുവിലുള്ള ഒരു ധാരണയാണ്. 2016 പിണറായി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നതിന് 6 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലൊരു ശക്തനായ ഭരണാധിപനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങളുടെ ആഗ്രഹം പിന്നീട് പാർട്ടി നിറവേറ്റിയെന്നും AK ബാലൻ പറയുന്നു. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണല്ലോ അധികാരത്തിൽ വന്നത്. അതിന് 6 വർഷം മുമ്പേ ജനങ്ങളുടെ ഇടയിലുള്ളൊരു പ്രചരണം, എൻ്റെ അഭിപ്രായമല്ല, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വരണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനവികാരത്തിനനുസരിച്ച് തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനം ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെയും UDF-ന്റെയും നിലപാട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പിണറായി തന്നെ വേണമെന്നാണ് ജനങ്ങൾ കാണുന്നതെന്ന് AK ബാലൻ പറയുന്നു. രണ്ടാം പിണറായി ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റും ഇവിടെയുള്ള UDF-ഉം കാട്ടുന്ന അനീതിയാണ്, വഞ്ചനയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കേരളത്തെ സംരക്ഷിക്കാൻ ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരി വേണം എന്നുള്ള സന്ദേശമാണ് ജനങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ നയിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് AK ബാലന്റെ ഈ പ്രതികരണങ്ങൾ. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി എന്നത് ദുർവ്യാഖ്യാനമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചാണ് നയങ്ങളും അടവു നയങ്ങളും സ്വീകരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിക്കുകയല്ലേ എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയേറും. സംസ്ഥാനത്തെ 5,64,000 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 486 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖയാകും ഇത്തവണത്തെ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക. ഇത് 3-ാം തവണയാണ് കൊല്ലം CPM സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിനു മുമ്പ് 1971-ലും 95-ലുമാണ് കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്.
30 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് കൊല്ലത്തെ CPIM പ്രവർത്തകർ. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയിൽ സംഗമിക്കുന്നതോടെ കൊല്ലം CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ആരംഭങ്ങളിൽ അമരും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആശ്രമ മൈതാനിയിൽ പതാക ഉയർത്തും. വ്യാഴാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 486 പ്രതിനിധികളും 44 അതിഥികളും നിരീക്ഷകരും ഉൾപ്പെടെ 530 സഖാക്കളാണ് സമ്മേളന പ്രതിനിധികളായിട്ട് ഉണ്ടാകുക. 3 കൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന വിലയിരുത്തലും കൊൽക്കത്ത പീനൽ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിലുള്ള വിലയിരുത്തലും റിപ്പോർട്ടിന്റെ ഭാഗമാണ്. എന്നാൽ എറണാകുളം സമ്മേളനത്തിലെ പോലെ തന്നെ നവകേരള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖയാണ് കൊല്ലം സമ്മേളനത്തിലെയും ഹൈലൈറ്റ്. നവകേരളത്തിനായുള്ള പുതു വഴികൾ എന്നുള്ള ഒരു രേഖ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അതിൻ്റെ പ്രയോഗം എങ്ങനെ, എത്രത്തോളം നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭൂതകാലവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ ഭാവിയും ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഗൗരവപൂർവ്വം ഒരു രേഖ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ സർക്കാരിനെ പറ്റി ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. ജില്ലാ സമ്മേളനങ്ങളിതുപോലെ ചർച്ചയും വിമർശനവും അതിരുവിടാതിരിക്കാൻ നേതൃത്വം പ്രത്യേകം ശ്രദ്ധിക്കും. പ്രകടമായ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചതോടെ CPIM സമ്മേളനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആ പഴയ ഉദ്വേഗജനകമായ അന്തരീക്ഷം ഇപ്പോഴില്ല. സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും ആരൊക്കെ പുതുതായി വരും എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. കൊല്ലത്ത് നിന്ന് സതീഷിനും രാജ്കിരണിനുമൊപ്പം R. ശ്രീജിത്ത്, 24. കളമശ്ശേരിയിൽ 11 വയസ്സുകാരന്റെ കൈ പിതാവ് തല്ലിയൊടിച്ചു. ജോമെട്രി ബോക്സ് കാണാതായതിനെ തുടർന്നാണ് മർദ്ദനം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ പേരിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം. ബോക്സ് കാണാതായതിന്റെ പേരിൽ വീടിന് പുറത്തു കിടന്ന കൗകിന്റെ കഷ്ണം കൊണ്ടാണ് കുട്ടിയെ തല്ലിയത്. കുട്ടിയുടെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചതായും FIR-ൽ പരാമർശമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, BNC വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചിയിൽ ലഹരിക്കടിമയായ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു. പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന 9ാം ക്ലാസ്സുകാരനാണ് എന്ന് പോലീസ് പറയുന്നു. കുട്ടികളിൽ ലഹരി എത്രത്തോളം അപകടമുണ്ടാക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കൊച്ചിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഈ വാർത്ത. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന 9ാം ക്ലാസ്സുകാരനാണ് 12 വയസ്സുള്ള സഹോദരിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. ഭയന്നുപോയ പെൺകുട്ടി വിവരം മാതാപിതാക്കളോട് പോലും ആദ്യം പറഞ്ഞിരുന്നില്ല. സ്വകാര്യ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെട്ട പെൺകുട്ടി വിവരം സുഹൃത്തുക്കളോട് പറഞ്ഞതോടെ അധ്യാപകർ വിവരമറിഞ്ഞു. ഇതോടെ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. പിന്നീട് വിവരം പോലീസിൽ അറിയിച്ചു. പാലാരിവട്ടം പോലീസ് പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. കേസിലെ ആരോപണ വിധേയനായ സഹോദരൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചി നഗരത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലഹരിമരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി കൂടിയാണ് ഈ 9ാം ക്ലാസ്സുകാരൻ. കേസിലെ ഇരയും പ്രതിയും പ്രായപൂർത്തിയാകാത്ത ആളുകളായതിനാൽ റിപ്പോർട്ട് തയ്യാറാക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറാനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിക്കെതിരായ പോരാട്ടം വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലഹരി കച്ചവടം നടത്തുകയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലഹരിയിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നവർക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകേണ്ടതുണ്ടോ എന്ന് നമ്മുടെ നിയമകർത്താക്കളും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. S. ശ്യാംകുമാർ, 24, കൊച്ചി. 1.5 വർഷം കാത്തിരുന്ന കോളേജ് വിദ്യാർത്ഥിയെ ആക്രമിച്ച് പകവീട്ടി അതേ കോളേജിലെ വിദ്യാർത്ഥികൾ. കണ്ണൂരിലെ ലീഡേഴ്സ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ വാരം സ്വദേശി മുനീസിന് ഗുരുതര പരിക്കേറ്റു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ നിഷാദ് എന്ന വിദ്യാർത്ഥി അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സിനിമാ കഥകളിൽ മാത്രം കണ്ട കാഴ്ചകൾ കൺമുന്നിൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാവുകയാണ്. ക്യാമ്പസിനകത്തുണ്ടായ തർക്കത്തിൽ പ്രതിയോഗിയെ 1.5 വർഷം കാത്തിരുന്നു പകവീട്ടുന്ന വിചിത്രമായ കഥ. ആദികടലായി ലീഡേഴ്സ് കോളേജിൽ മുനീസിന്റെ ജൂനിയർ വിദ്യാർത്ഥിയായിരുന്നു നിഷാദ്. കോളേജിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി. അന്ന് നിഷാദിനെ മർദ്ദിക്കാൻ മുനീസ് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ചാണ് 1.5 വർഷത്തിന് ശേഷമുള്ള തിരിച്ചടി. പലതവണ ഫോണിൽ വിളിച്ചു പക തീർക്കുമെന്ന് ഭീഷണിയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രി കണ്ണൂർ ടൗണിൽ വെച്ചാണ് മുനീസിന് നേരെ ആക്രമണമുണ്ടായത്. കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുനീസിന്റെ ചുണ്ട് മുറിഞ്ഞു. മുനീസിന് ഒറ്റയ്ക്ക് നിഷാദിനെ കിട്ടി. എന്താണെന്നറിയില്ല, കത്തി പോലത്തെ എന്തോ എടുത്തിട്ടാണ് തലയിലേക്ക് വീശിയതാണ്.
അപ്പോൾ എന്താ ഇങ്ങനെ ആക്കിയാലോ ഇവിടെ ചൂണ്ടിനാ കൊണ്ടത്. അപ്പോൾ അവിടെ തന്നെ പോലീസുകാർ വരുമ്പോൾ അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഇത് 2 വർഷം മുമ്പുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് അന്ന് പ്രശ്നം പറഞ്ഞാൽ തീർത്തതായിരുന്നു. കാൾടെക്സിന് വേറെ കാണാൻ പോയ സമയത്തായിരുന്നു പെട്ടെന്ന് അവിടെ ഇവർ പ്രതികളെത്തി 5-8 ആൾ കൂടിയിട്ട് ഇവരെ വളഞ്ഞ് ആക്രമിക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ അക്രമം മൊത്തം ജനങ്ങളുടെ അടുത്തുകൂടി. അപ്പോൾ 1-2 വണ്ടി പോലീസുകാരിലെത്തിയ ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നിഷാദ് ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. 24 കണ്ണൂർ. കാസർഗോഡ് സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞെന്ന് പരാതി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. ഫെബ്രുവരി 23-നാണ് സംഭവം. കാഞ്ഞങ്ങാട് ടർഫിൽ ഫുട്ബോൾ കളി കാണാനെത്തിയതായിരുന്നു വിശാഖ്. 3 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച ശേഷം 6 അടിയോളം ആഴമുള്ള കുഴിയിൽ തള്ളിയിട്ടെന്നാണ് പരാതി. വീഴ്ചയിൽ വിശാഖിന്റെ വലതുകാലിന്റെ എല്ലൊടിഞ്ഞു. കുറച്ച് പേര് കൂട്ടിക്കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് കണ്ടത്തിലേക്ക്. അത് ഏട്ടൻ എന്തോ പ്രശ്നം ചോദിച്ചു. നമ്മൾ സ്കൂളിൽ തന്നെ തർക്കം തന്നെ, വേറെ സ്കൂളത്തുള്ളൂ, ബോർഡ് സ്കൂളത്തെ ഭീഷണിപ്പെടുത്തി കത്തിയെടുത്ത് കുത്തുന്നല്ല പറഞ്ഞു. എല്ലൊടിഞ്ഞു. വിശാഖിന്റെ സഹോദരനോടുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളിസ്ഥലത്ത് തല്ലുണ്ടായി. കളിക്കുന്ന കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാവും. ഇവർ എഴുന്നേറ്റ് പോയി എന്നാണ് പറഞ്ഞത്. എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് തോളിൽ കൈയിട്ടിട്ട് വാ നമുക്ക് അങ്ങോട്ട് പോകാം, അതിൽ പോലീസ് വരും, പുറകെ നിന്നോലു തലക്കും പുറത്തേക്കും ചവിട്ടലും തല്ലലും ആയിട്ട് നല്ല ഹൈറ്റുള്ള ഒരു വരമ്പിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് തള്ളിയിടുന്നത്. ആ തള്ളലിൽ 2 എല്ല് പൊട്ടിയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീലിട്ടിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയത്. രക്ഷിതാവിന്റെ പരാതിയിൽ 2 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. 24 കാസർഗോഡ്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കെൽസ ആരോപിച്ചു. അടിയന്തരമായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി റാഗിംഗ് വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല എന്നതിന്റെ തെളിവാണ് സമീപകാല സംഭവങ്ങളെന്ന് കെൽസ ചൂണ്ടിക്കാട്ടി. അതിനാൽ റാഗിംഗ് തടയാൻ സംസ്ഥാന ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവ സംസ്ഥാനതല നിരീക്ഷക സമിതി മുമ്പാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഹൈക്കോടതി ഇക്കാര്യം നിർബന്ധമാക്കി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നും കെൽസ ആരോപിച്ചു. മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കണം. ഇതുവഴി റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ സാമൂഹിക പങ്കാളിത്തം വളർത്തുന്നതിന് സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്നും കെൽസ ആവശ്യപ്പെട്ടു. വിഷയം പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കെൽസയുടെ ഹർജി നാളെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കേസ് പ്രതി ക്രിസ്ത്യൻ മിഷേലിന് ED കേസിലും ജാമ്യം അനുവദിച്ചു. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. 6 വർഷത്തിലധികമായി പ്രതി ജയിലിലാണെന്നും കേസിലെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി കോടതി വിധിക്കുകയായിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ നിന്ന് 12 VVIP ഹെലികോപ്റ്റർ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന കേസിലാണ് ക്രിസ്ത്യൻ മിഷേലിനെ CBI അറസ്റ്റ് ചെയ്തത്. ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ED കേസ്. 2 കേസിലും ജാമ്യം ലഭിച്ചതോടെ ക്രിസ്ത്യൻ മിഷേലിന് പുറത്തിറങ്ങും. അംഗങ്ങളുടെ മദ്യപാനം വിലക്കിയ പെരുമാറ്റച്ചട്ടത്തെ ചൊല്ലി CPIയിൽ ആശയക്കുഴപ്പം തുടരുന്നു. പൊതുമധ്യത്തിൽ മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുതെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം പ്രതികരണം വിഴുങ്ങിയതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവചനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. അത് ഉറപ്പാണ്. ജനുവരി 10 മാധ്യമങ്ങൾക്ക് നൽകിയ ഈ പ്രതികരണത്തെയാണ് പാർട്ടി മുഖമാസികയായ നവയുഗത്തിലെ കുറിപ്പിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം തള്ളിപ്പറയുന്നത്. സ്വന്തം പ്രതികരണം മറച്ചുവെച്ച് എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കുമേൽ വെക്കുന്നതാണ് ബിനോ വിശ്വത്തിൻ്റെ പുതിയ ലൈൻ. കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച മാധ്യമ പ്രവൃത്തികൾ മദ്യപാനത്തിന് CPI അനുവാദം കൊടുത്തുവെന്ന മട്ടിൽ വ്യാഖ്യാനിച്ചുവെന്നാണ് ബിനോ വിശ്വത്തിൻ്റെ പരിദേവനം. മാധ്യമ വ്യാഖ്യാനം പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർ ഏറ്റുപിടിക്കാൻ ശ്രമിച്ചതായും നവയുഗത്തിലെ കുറിപ്പിൽ ബിനോയ് വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്നതിന് വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം കണ്ടെത്തിയ 5 കാരണങ്ങളും കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്.
ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചർച്ചയിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ലെന്ന കഴിഞ്ഞ ലക്കത്തിലെ വിമർശനത്തിനെതിരെ പാർട്ടി ആസ്ഥാനത്ത് നിരവധി കത്തുകൾ ലഭിച്ചതായും വിനോദ് വിശ്വം തന്നെ സ്ഥിരീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കെണിയിൽപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി അംഗങ്ങൾ ഇങ്ങനെ കത്തയച്ചതെന്നും നവയുഗത്തിലെ കുറിപ്പ് ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ കത്ത് എഴുതുമായിരുന്നില്ലെന്നും വിനോദ് വിശ്വം പരാതിപ്പെടുന്നുണ്ട്. 25ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ലോക്കൽ തലത്തിലേക്ക് കടന്നിരിക്കെ പാർട്ടിയിൽ നിന്നുണ്ടായേക്കാവുന്ന എതിർ നീക്കങ്ങൾ മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുപ്പാണ് ബിനോയിയുടെ വിമർശനമെന്നാണ് CPI നേതാക്കൾ നൽകുന്ന സൂചന. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. രാഷ്ട്രീയത്തിലിറങ്ങാനൊരുങ്ങി കാസ. ദേശീയ പാർട്ടി രൂപീകരിക്കാനുള്ള പഠനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും മറ്റിടങ്ങളിൽ BJPക്ക് പിന്തുണ നൽകാനുമാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷന്റെ ആലോചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കവെയാണ് കാസ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള നീക്കം വേഗത്തിലാക്കിയത്. ദേശീയതയിലൂന്നി തീവ്ര വലത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി വിശദമായ പഠനങ്ങളും നടന്നു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും, മറ്റിടങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. ക്രൈസ്തവരായ യുവതി യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി രൂപീകരിച്ചേക്കുമെന്നാണ് വിവരം. ക്രൈസ്തവ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസുകൾ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കാസയെ പ്രേരിപ്പിച്ചത്. പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായി 120 മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 24, കോട്ടയം. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. തിങ്കളാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഡൽഹിയിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. MK ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നുമാണ് EDയുടെ നീക്കം. ഇന്ത്യൻ എക്സ്പ്രസിന് വക്കീൽ നോട്ടീസ് അയച്ച AICC ഇല്ലാത്ത സർവേയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകി എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഉള്ളടക്കം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. സലീം മാലിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അല്പസമയത്തിനകം. സലീമ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഈ വക്കീൽ നോട്ടീസിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്? അതിൽ എന്തൊക്കെ നടപടികളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, ഈ AICC ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനൊരു വക്കീൽ നോട്ടീസ് എന്ന നിലയിലാണ് അയച്ചിരിക്കുന്നത്. ആ ഗുരുതരമായ ആരോപണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പത്രത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ അവർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ നടപടികൾ, അത് ക്രിമിനലും സിവിലുമായ നടപടികളുമായി മുൻപോട്ട് പോകും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അടിസ്ഥാനരഹിതവും അവാസ്തവവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തയാണ് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് എന്നുള്ളതാണ് ആരോപണം. ഇത് ഒരു സർവേ നടത്തി എന്നും കേരളത്തിലെ കോൺഗ്രസ് ഒരു സർവേ നടത്തി എന്നുള്ളതാണ് ആ വാർത്ത. പക്ഷേ AICCയുടെയോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളോ ഒന്നും അത്തരത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു സർവേ നടത്തിയിട്ടില്ല. അതിനൊരു സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയസാധ്യതയെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി CPM-മായി ചേർന്നാണ് ഇത്തരത്തിലൊരു സർവേ എന്ന വാർത്ത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടുപിടിച്ച് പച്ച നുണ പ്രചരിപ്പിക്കുകയാണ്. പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢനീക്കമാണ് ഇത് എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ നിലവിൽ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടിയായി AICC മുന്നോട്ട് പോകുമെന്നും KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ 1-ാം തീയതി ശമ്പളം ലഭിക്കും. കുടിശ്ശിക തീർത്ത് SBIയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം കൃത്യമായി നൽകാനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ്. KSRTC ജീവനക്കാരുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടുകളിൽ ശമ്പളം വരും. 80 കോടി രൂപയാണ് ശമ്പളം പൂർണ്ണമായി നൽകാൻ ആവശ്യം. 100 കോടി രൂപ SBI 1-ാം തീയതി ശമ്പളം നൽകാവുന്ന രീതിയിൽ ഓവർ ഡ്രാഫ്റ്റ് നൽകും. 50 കോടി രൂപ എല്ലാ മാസവും സർക്കാർ ശമ്പളത്തിനായി അനുവദിക്കും. ഈ തുക ഉപയോഗിച്ച് 2 ഗഡുക്കളായി ഓവർ ഡ്രാഫ്റ്റായി എടുത്ത വായ്പ തിരികെ അടയ്ക്കും. ബാക്കി തുക KSRTC വരുമാനത്തിൽ നിന്ന് അതാത് മാസം തന്നെ അടച്ചു തീർക്കും. 10.8% ഓവർ ഡ്രാഫ്റ്റിന് പലിശ. കൂടുതൽ പലിശ നൽകാത്ത രീതിയിൽ വേഗത്തിൽ എല്ലാ മാസവും 100 കോടി രൂപ തീർക്കും.
ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉണ്ടായിരുന്നതും നൽകി തുടങ്ങി. ഇനി മുതൽ ദിവസവരുമാനത്തിൽ 5% വിരമിക്കൽ ആനുകൂല്യത്തിനായി മാറ്റിവെക്കും. കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നതെന്ന് എല്ലാ ജീവനക്കാരും ഓർക്കണമെന്നും നാളെ ശമ്പള പരിഷ്കരണ ആവശ്യവുമായി വരരുതെന്നും ഗതാഗത മന്ത്രി ഓർമ്മിപ്പിച്ചു. 24 തിരുവനന്തപുരം. തൃശൂർ അതിരപ്പള്ളിയിൽ കാലിനു പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് നിരീക്ഷണം ഏർപ്പെടുത്തി വനം വകുപ്പ്. പരിക്കേറ്റ ആനയുടെ ദൃശ്യം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. കണ്ണൂർ കണ്ടേരിയിൽ മുള്ളൻപന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കാലിനു പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചത്. കാലുളുക്കിയതോ മുറിവേറ്റതോ ആകാമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തായ ആനയെ കണ്ടെത്തിയാൽ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ചൊക്കനയിൽ ലയത്തിന് സമീപത്തെ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. അതിനിടെ മൂന്നാർ ഗൂഡാർവിള സ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടമെത്തി. SSLC പരീക്ഷ നടക്കുന്ന സമയത്തും കാട്ടാനക്കൂട്ടം സ്കൂളിനടുത്ത് എത്തിയിരുന്നു. കാട്ടാനക്കൂട്ടത്തോടൊപ്പം പടയപ്പയും മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മുള്ളൻപന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ ശരീരത്തിൽ 12 മുള്ളുകളാണ് തറച്ചത്. വയനാട് വൈത്തിരി ലക്കിടിയിൽ ദേശീയപാതയിൽ കാട്ടുപോത്തിറങ്ങി. ഏറെ നേരം നിലയുറപ്പിച്ച ശേഷം കാട്ടുപോത്ത് വനമേഖലയിലേക്ക് കയറിപ്പോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. രഞ്ജി ട്രോഫി റണ്ണേഴ്സപ്പായ കേരള ടീമിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സച്ചിൻ ബേബിക്കും സംഘത്തിനും ആദരമൊരുക്കിയത്. കായിക താരങ്ങൾ ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കണമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തിയ കേരള ടീമിന് സംസ്ഥാന സർക്കാരിന്റെ സ്നേഹാദരം. വിമാനത്താവളത്തിലും KCA ആസ്ഥാനത്തും ഇന്നലെ ലഭിച്ച പ്രൗഢഗംഭീരമായ സ്വീകരണത്തിന് പിന്നാലെയായിരുന്നു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആദരവ്. റണ്ണേഴ്സ് അപ്പ് കപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി ക്യാപ്റ്റൻ സച്ചിൻ ബേബി. കേരള ടീമിനെയും അസോസിയേഷനെയും മുഖ്യമന്ത്രി പ്രശംസ കൊണ്ട് മൂടി. ലഹരിയെ ചെറുക്കാൻ കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം. ലഹരിക്കെതിരായ പോരാട്ടത്തിന് കായിക താരങ്ങൾ മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ പോരാട്ടം തുടങ്ങിയാണ്. കേരളത്തിൻ്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടത് കായിക മേഖലയാണ്. നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത്. ഒട്ടും വൈകാതെ രഞ്ജി കിരീടം കേരളത്തിലേക്ക് എത്തിക്കുമെന്ന മറുപടി പ്രസംഗത്തിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി വാക്ക് നൽകി. കേരളത്തിന്റെ അണ്ടർ-14, അണ്ടർ-16 ടീം അംഗങ്ങളും ചടങ്ങിന്റെ ഭാഗമായി. വിജയിച്ച ടീമിന് 4.5 കോടി രൂപ KCA പാരിതോഷികം പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. പ്രമുഖ സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ സോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മോഡുലാർ ബാത്റൂമിന്റെ ലോഗോ ലോഞ്ചിങ് കൊച്ചിയിൽ നടന്നു. വ്യവസായി കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിയും 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സോയോ നാഷണൽ ഗ്രൂപ്പ് MD ഷിഹാബുദ്ദീൻ അമലേരി, ഷബീർ അലി, റിഥം മീഡിയ, സുധീഷ് ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.